ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് സാറ്റർഡേ ആയിട്ട് ഇവർക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ വിട്ടതിന് ശേഷം ഒരു കപ്പ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രോസൺ ബീഫ് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ കപ്പ ഇട്ട് ബീഫ് വെച്ചാലോ എന്ന് ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതേ ബീഫൊക്കെ നല്ലതുപോലെ കഴുകി, അതുപോലെ തന്നെ അത് നല്ലതുപോലെ ചെറുതായിട്ട് നുറുക്കി അതിനെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബീഫ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ബീഫ് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കിലോളം ബീഫുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രോസൺ ബീഫായിട്ടാണ് കിട്ടുന്നത് ഇവിടെ. അത് നമുക്ക് ലുലുവിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ സവാള, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കറിവേപ്പില, അത് നല്ലതുപോലെ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് കറിവേപ്പില എല്ലാ കറിയിലും ഒരുപാട് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിന് എന്തൊരു മണമാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ കറിവേപ്പില. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത് കറിയിലിടുമ്പോഴേ എന്തൊരു ടേസ്റ്റാണല്ലേ. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടണം കേട്ടോ. കൈ കൊണ്ടത് നല്ലതുപോലെ ഞെരടിയെടുത്താൽ മാത്രമേ ഇത് ഉപ്പും മഞ്ഞളും എല്ലാം നമ്മുടെ ഈ ബീഫിലേക്ക് ഇറങ്ങി വരുള്ളൂ. നല്ലതുപോലെ ഞെരടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറ് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഈ ഒരു കപ്പ മാത്രം ഉണ്ടായുള്ളൂ. ഈ ഒരു കപ്പ വെച്ചിട്ട് ചെറിയൊരു കറി വെക്കാം, നമുക്കൊരു നേരത്തെ കറിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കപ്പ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാം കേട്ടോ. അമ്മമാരൊക്കെ ചെയ്യുമ്പോൾ ഒരു കപ്പ അതുപോലെ തന്നെ എടുത്തിട്ട് അതിൻ്റെ തൊണ്ട് ഫുള്ളായിട്ട് പൊളിച്ചതിന് ശേഷം പയ്യെ പയ്യെ കൊത്തി കൊത്തി ഇടുമായിരുന്നല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ തൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാനും പറ്റും. അതുപോലെ നമുക്ക് കട്ട് ചെയ്യാനും ഈസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ പീസിൻ്റെയും തൊണ്ട് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതേ കപ്പയെല്ലാം ഞാനിവിടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. കപ്പയൊക്കെ നല്ലതുപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് ചെറുതാക്കുന്നില്ല കേട്ടോ. ഓരോ കപ്പ എടുത്തിട്ട് ഇതുപോലെ 4 ആക്കി മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. എനിക്കിതിൽ കപ്പ തിന്നാനാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ഇവിടെ പുള്ളിക്കാരനാണെങ്കിലും ഇതുപോലെ ഇറച്ചിയിലെ കപ്പ എടുത്ത് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കപ്പയൊക്കെ ഇതുപോലെ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിട്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കപ്പ അധികം വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കപ്പ ഈസി ആയിട്ട് എടുത്ത് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ കപ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു. കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് ഇതിങ്ങനെ, നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ചതച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ ചെറിയ കുഞ്ഞ് അമ്മിക്കല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നതിലും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് ഈസി ആയിട്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇത് ചതച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി തന്നെയാണ് എടുക്കുന്നത്. ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചതുപോലെ തന്നെ ഈ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ വേഗം ഈസി ആയിട്ട് നമുക്ക് ഇത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയും ചതച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നേരത്തെ 3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയി. അതിന് ശേഷം നമുക്ക് ബീഫ് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകം ചതച്ചതാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കോലവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കോലം ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊളിഞ്ഞിരിക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ കുരു നമ്മൾ കളഞ്ഞിട്ടിടണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്
എന്താ പറയണേ, നമ്മുടെ ഈ വലിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 1 കിലോ ബീഫ് മൊത്തം ഒന്നും ഇതിനകത്തേക്ക് ഇടുന്നില്ല, ഒരു പകുതിയോളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതനുസരിച്ചിട്ടുള്ള മസാലകളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4-4.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ 3-4-5 പച്ചമുളക് ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മസാലകളൊക്കെ മൂത്ത് വരുന്ന രീതിയിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മസാലകൾ മൂത്ത് വന്നാൽ കഴുകി വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതിയായിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയൊക്കെ ആവശ്യത്തിന് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിൽ നിന്ന് ഒരു പകുതിയോളം ഭാഗം നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ ഇറച്ചിയിലും ഇറച്ചിയുടെ ആ വേവിച്ച വെള്ളത്തിലും കിടന്ന് വെന്ത് കഴിയുമ്പോൾ കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അല്ലേ. ആ നെയ്യൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന ഇറച്ചി എന്ന് പറയുന്നത് അതിനകത്ത് അധികം നെയ്യൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനധികം നെയ്യ് കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നെയ്യൊന്നും നമ്മുടെ കറിയിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേ ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചേക്കുന്നത് കൊണ്ടിട്ട് ഉപ്പൊക്കെ കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് ഇറച്ചിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം, ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അതെ, വെന്ത് വന്നിട്ടുണ്ട് കപ്പയൊക്കെ. ചാറ് ഒന്നും കൂടെ കുറുകാനുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ദേ ഒരു കപ്പ വെന്തിട്ടുണ്ടാന്ന് നോക്കുന്നുണ്ട്. ആ കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൂട്ട് പോലെ വേകുന്ന കപ്പയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറിക്ക്. അപ്പം ദേ ഞാൻ ഒന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒന്നും കൂടെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫും കപ്പയും കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടുകൂടെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ അതേ ഇന്ന് ഊണിന് നോൺ വെജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കപ്പയും നമ്മുടെ ബീഫും കപ്പ നല്ല വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ്റെ പീസസും ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഊണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.